തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥിതി ഇതാണെങ്കിൽ നിയമസഭയിൽ എന്തായിരിക്കും സീൻ? ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ച 3 പേരാണ് കോൺഗ്രസിലുള്ളത്. 2026-ൽ എന്ത് പ്രതീക്ഷിക്കാമെന്നതിന്റെ ഒരു ചെറിയ ട്രെയിലർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ട്രെയിനിൽ പോകുന്ന വി ഡി സതീശൻ കയ്യിലുള്ള പൊതിച്ചോർ കമ്പാർട്ട്മെന്റിൽ കൂടെയുള്ള യുവതിക്ക് നൽകുന്നു. സംഭവം കളറായി, കളം പിടിച്ചു. ലൈക്കുകളോട് ലൈക്ക്, ഷെയറുകളോട് ഷെയർ. പിന്നെ കണ്ടത് KC വേണുഗോപാലിന്റെ റീലാണ്. ഇവിടെ ട്രെയിനിലാണെങ്കിൽ വെള്ളയും ഇട്ട് ഞങ്ങൾ നിലത്തിരിക്കും, അതും മൈക്കും കുത്തി. അതായത് പ്രതിപക്ഷ നേതാവ് ട്രെയിനിൽ ഭക്ഷണം കഴിച്ചാൽ AICC ജനറൽ സെക്രട്ടറി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കൊപ്പം കപ്പയും ചമ്മന്തിയും കഴിക്കും. RCയുടെ രമേശ് ചെന്നിത്തലയുടെ വീഡിയോയ്ക്കായി കട്ട വെയിറ്റിംഗ് ആണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന അന്ന് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന ജയം നേടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസമെന്ന പ്രഖ്യാപനമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയത്. അതാണ് വി ഡി സതീശന്റെ ആത്മവിശ്വാസമാണ് ആ വാക്കുകളിൽ നമ്മൾ കണ്ടത്. UDF തിളക്കമാർന്ന വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. ഏറ്റവും അവസാനത്തെ ഒരു പത്രസമ്മേളനം തിളക്കമാർന്ന വിജയം ഉണ്ടായില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ഞാൻ തിരിച്ചു പോകും. ഉറപ്പായിട്ട് പോകും. അത് വാക്കല്ല, ഞാൻ കേരളത്തിലെ ജനങ്ങളോടുകൂടി പറഞ്ഞേക്കണ വാക്കാണ്. നിങ്ങളെ കണ്ടിട്ടേ പോകുള്ളൂ. ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ പത്രസമ്മേളനം നടത്തി പോകുള്ളൂ. ലാസ്റ്റ് പിന്നെ കാണില്ല. അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഉണ്ടായ എൻ്റെ കോൺഫിഡൻസ് എന്താണ്? എൻ്റെ കോൺഫിഡൻസ് ടീം UDF ആണ്. എൻ്റെ കോൺഫിഡൻസ് തെരഞ്ഞെടുപ്പാകുമ്പോൾ ജയപരാജയങ്ങൾ സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രസ്താവനകൾ ആത്മഹത്യാപരവും. ഓർക്കണം, 3.0 ആണ് ഇടത് പ്രചാരണവും ഇടതിന്റെ ലക്ഷ്യവും.